ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാനിപ്പോൾ ആരെക്കുറിച്ച് പറയാൻ വന്ന അറിയോ? നമ്മുടെ പ്രഭാവതി അമ്മ. ആ അമ്മ ചെയ്ത കാര്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഫുട്പാത്തിലൂടെ പോകുന്ന വണ്ടികളെല്ലാം തടഞ്ഞ് തിരിച്ച് പറഞ്ഞയച്ച് മറ്റേ റോട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റിച്ചെങ്കിൽ സഞ്ചരിച്ചാൽ മതി. ഇത് ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണ്, അപ്പൊ അതുകൊണ്ട് ഇതിലൂടെ സഞ്ചരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവസാനം അത് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി. പിന്നെ എന്താ പറയാ, മന്ത്രി വിളിക്കുന്നുണ്ട്, സർക്കാരിന്റെ അംഗീകാരമുണ്ട്, പോലീസുകാര് വീട്ടിക്ക് വരുന്നുണ്ട്, MVD വരുന്നുണ്ട്, ബന്ധുക്കാരില്ല MVD വരുന്നുണ്ട്. എല്ലാവരും പാടെ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര മാനോളം വാഴ്ത്തലാണ്. എന്നാ ഈ അമ്മ മറ്റേ റിപ്പോർട്ട് ചാനലിൽ ഇരുന്നിട്ട് സംസാരിക്കണൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മാര് ക്വാളിഫിക്കേഷനാ. കാരണം നമ്മളിങ്ങനെ സംസാരം അറിയാണ്ട് കേട്ട് നിന്ന് പോകും. അത്രക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ഈ അമ്മ സംസാരിക്കുന്നത്. ചെയ്തത് നല്ല കാര്യമാണ്. കാരണം എന്താ അറിയോ, വഴി നടക്കുന്നിടത്തു കൂടെ വണ്ടി ഓടിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടക്കുന്നവർ മുഴുവൻ വിഡ്ഢികളായില്ലേ. അപ്പൊ എന്തായി, അവരെ തടഞ്ഞത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അതിനെല്ലാവരും അംഗീകരിച്ചു. ഫസ്റ്റ് ദിവസവും രണ്ടാമത്തെ ദിവസവും വാനോളം പുകഴ്ത്തി, ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിന്നു. പക്ഷെ മൂന്നാമത്തെ ദിവസവും മൂപ്പത്തിയേരി തന്നെ തുടർന്നു. എങ്ങനെ? ആറാട്ടണ്ണന് റിവ്യൂ പറയാൻ അവസരം കിട്ടിയ മാതിരി പിന്നെ തിന്നത് വേറുന്നില്ല. വരുന്നോലിയും പോണോലിയും ഒക്കെ തടുക്കന്നെ. അവസാനം ഇപ്പൊ ഇതിഞ്ഞിപ്പോ നിർത്തിച്ചാൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഈ അഭിനന്ദിച്ച ആളുകൾ മുഴുവൻ നടക്കുന്നത്. ഇതൊന്ന് നോക്കാം. ഇതൊന്നല്ല, കാഞ്ചര കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞു എന്ന്. അപ്പൊ സംഭവം എന്താ വെച്ചിട്ടാ, ഇതാണ് പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനൊന്ന് ഒരു 4 ആളെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് 40 ആളെ എങ്ങനെ അറിയിക്കാം, എങ്ങനെ ശ്രദ്ധ പറ്റാം, എങ്ങനെ ആളുകളിലേക്ക് നമ്മളെ എന്നുള്ളൊരു സംസാരത്തിലേക്ക് മാറാം എന്നുള്ളത് ഇത്രയും വയസ്സായ ഒരു സ്ത്രീ പോലും, ആ ഒരു അമ്മ പോലും ആഗ്രഹിക്കുന്നതിന്റെ റീസൺ ഇതാണ്. ഈ അധികാരവും ഫേമസും ഇത് രണ്ടും വല്ലാത്തൊരു സ്പിരിറ്റാണ്. ഇതൊരിക്കൽ അതിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എന്തും പറ്റും, എന്തിനും പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് എനിക്ക് അറിയാഞ്ഞിട്ടാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ നോർമലായിട്ട് അവരുടെ വീഡിയോ കണ്ടിരുന്നു. മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, മാന്യമായ കഥകൾ പറയുന്നുണ്ടാവും, മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ഡ്രസ്സിന്റെ വലിപ്പം കമ്മിയാകലും പിന്നെ നാക്കിന്റെ എല്ലില്ല എന്നുള്ളത് അറിയിക്കലും ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ വരുന്നത്. ഉമ്മയെ തല്ലുന്നു, വാപ്പയെ തെറി വിളിക്കുന്നു, കൂടപ്പറപ്പിനെ മോശക്കാരനാക്കുന്നു, സ്വന്തം കെട്ടിയോനെ ഒഴിവാക്കുന്നു. എല്ലാം സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ജനങ്ങൾ വരുന്നതിന്റെ ഏറ്റവും വലിയ ഒരു റീസണാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഈ അമ്മ ഇത്ര വൈറലായതോടുകൂടെ ഈ അമ്മക്ക് തോന്നി പോരാ, ഒന്നും കൂടി ആവണമെന്ന്. അപ്പൊ എന്തായി, വീണ്ടും ഇറങ്ങിയിട്ട് തടുക്കലായി, പിന്നെ അവരെ നെട്ടിക്കലായി, ക്യാമറ എടുത്ത് ഓണാക്കലായി. ഞാൻ നിന്നെ വിടില്ല, തിരിച്ചു പോ എന്ന് പറഞ്ഞു. ഈ ചെയ്ത നന്മ കൊണ്ട് ഉണ്ടായത് എന്താ അറിയോ, ഒരു മഹാപാവത്തിന്റെ ലൈസൻസ് റദ്ദാക്കി. അതറിഞ്ഞോ നിങ്ങള്? ഇപ്പൊ എന്തായി, 37 ഫേമസ് ആയി, അയാളെ ലൈസൻസ് പോയി. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രണ്ടാമത്തെ ദിവസം ആ ഫുട്പാത്തിലൂടെ പിന്നെ വീണ്ടും വണ്ടി ഓടിച്ചു ചെന്നു, അത് തടഞ്ഞു. അങ്ങനെയാണ് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കിയത് MVD. ഇപ്പൊ എന്താ, ഇനി അയാൾക്ക് വണ്ടിമ്മ തന്നെ തൊടാൻ പറ്റൂല. അപ്പൊ ഇതുകൊണ്ടാ പറയുന്നത്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവൂന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇനിയൊക്കെ അങ്ങോട്ട് അതേ സംഭവിക്കുള്ളൂ. ഇപ്പൊ നോക്കിയേ, ഒരു എന്താ പറയുക, ചെറിയൊരു നേരം പോക്കിനും വേണ്ടിയിട്ട് അടക്കം ആ മറ്റുള്ളവരുടെ ഒരു വ്യൂസിനും ലൈക്കിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരാളുടെ ജീവനാ പോണത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസം, 3-ാമത്തെ ദിവസം ആയിരിക്കും വലിയ പ്രശ്നമായി. അപ്പൊ ആ ന്യൂസിന്റെ പിന്നാലെ പോവും, ഈ ന്യൂസ് ഇവിടെ കിടക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു പുതുമയാണ്. ഇതൊക്കെ നന്നാക്കിയാൽ നന്നാവും എന്നൊക്കെ വെറുതെ വിചാരിക്കുന്നതാണ്. ഇതിലൊന്നും ഒരു പുതുമയില്ല. ഇതെന്താ അറിയോ, നീ ചത്താ നിനക്ക് പോയി, നിന്റെ കുടുംബത്തിന് പോയി. അതിലപ്പുറത്തേക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഈ എന്താ പറയാ, ഈ ചാനലൊക്കെ യൂസ് ചെയ്യുന്നവരെ അവർക്കൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊന്നും എന്നും നിലനിൽക്കുന്ന കാര്യമല്ല. ചെറിയൊരു ഫാൾട്ട് മതി ജീവിതം ആകെ മാറി മറിയുന്നുള്ളത്.
അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പലർക്കും ഇത് അറിയില്ല. ചില ആളുകളൊക്കെ ഓരോ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ളവരുടെ ലൈഫിന് എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ചിന്തയില്ല. പണ്ടാരോ പറഞ്ഞ മാതിരി മകൻ മരിച്ചിട്ടാലും മേലില്ല മരിയോളെ കണ്ണീര് കണ്ടാൽ മതിയാറില്ലേ, ആ ഐറ്റം ചിന്താഗതിക്കാരാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കുക. നമ്മളെ നോക്കാൻ നമ്മളെ കാണൂ. ഈ പറയുന്ന സബ്സ്ക്രൈബും ഉണ്ടാവൂല, ലൈക്ക് ചെയ്തവരും ഉണ്ടാവൂല, കമന്റ് ചെയ്തവരും ഉണ്ടാവൂല. ഇതിന്റെയൊക്കെ ഇടയിൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ, കുടുംബത്തിൽ ജനിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. നല്ല കുടുംബത്തിൽ ജനിക്കാത്ത അവരുടെയൊക്കെ കണ്ണിൽ നമ്മൾ പെടാതെയും നോക്കണം. നമ്മൾ മാത്രം സ്റ്റഡിയാണ്, നേരെ വാ നേരെ പോ എന്നുള്ള ചിന്താഗതിക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചില ആളുകളുടെയൊക്കെ നേരം പോക്കിന് നമ്മളെ യൂസ് ചെയ്യുന്നത് നമ്മൾ പോലും കാണുന്നത് എപ്പോഴാക്കാരെന്നറിയോ, ഇങ്ങനെയുള്ള ചാനലുകൾ വഴി നമ്മുടെ വീഡിയോസ് വരുമ്പോൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതിപ്പോ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു നന്മമരമായിട്ടോ ഏത് വിധത്തിൽ കൂട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ശരി, എന്നാ ഇനിയിപ്പോൾ ആ അമ്മച്ചി എന്തിനുള്ള പുറപ്പാടാന്ന് ഒരു കൊടുത്തല്ല. പെൺപീഡിയോ ഒക്കെ കുടുങ്ങിക്കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റോട്ടിക്ക് ഇറങ്ങും ചെയ്തു, പൂമാലയും കൊടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് ഔത്തേക്ക് കയറ്റാൻ ഒരു കോലവും ഇല്ല. എന്താ ചിജ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞോ പെടും. എന്നാ ശരി, പോട്ടെ.